السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഖാല റഹ്മഹുല്ലാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വായിക്കാൻ പോകുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മത്തിനാണ്. വസ്സംഉ വത്വാഅതു ലിൽ അഇമ്മ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സംഉം ത്വാഅത്തും ലിൽ അഇമ്മത്ത്. ഇമാമിങ്ങളോടുള്ള സംഉം ത്വാഅത്തും. സംഉ ത്വാഅത്ത് എന്നുള്ളത് ഇസ്ലാമിലെ രണ്ട് പ്രധാനപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളാണ്. നമ്മൾ സാധാരണ പറയുന്ന സംഉം ത്വാഅത്തും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വിശദീകരണത്തിൽ വരുന്നുണ്ട്. അവ സംഉം ത്വാഅത്തും കൊടുക്കണം ലിൽ അഇമ്മ, ഇമാമിങ്ങൾക്ക്. ഇവിടെ ഇമാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ ഇമാം നിൽക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, ഭരണാധികാരികളാണ്, മുസ്ലിം ഭരണാധികാരികൾ. വ അമീരിൽ മുഅ്മിനീൻ, അതേപോലെ തന്നെ അമീറുൽ മുഅ്മിനീനും, മുഅ്മിനീങ്ങളുടെ അമീറിനും. അപ്പൊ ഉമറാക്കൾക്ക്, ഭരണാധികാരികൾക്കുള്ള സംഉം ത്വാഅത്തും. അൽ ബർരി വൽ ഫാജിർ, അത് ബർറാണെങ്കിലും ഫാജിർ ആണെങ്കിലും. അൽ ബർരി വൽ ഫാജിർ, അത് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലവരാണെങ്കിലും ഫാജിർ തെമ്മാടികൾ. ബറാണെങ്കിലും ഫാജിർ ആണെങ്കിലും അവർക്കുള്ള സംഉം ത്വാഅത്തും. പല ആളുകളും തെറ്റിപ്പോയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭരണാധികാരികൾ നീതി കാണിക്കുന്നവരാണെങ്കിൽ അവരനുസരിച്ചാൽ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താന്നുള്ളതാണ്. അപ്പൊ ഇതില് ഇമാം അഹ്മദ് ബിൻ ഹംബൽ നസ്സായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ബറാണെങ്കിലും ഫാജിർ ആണെങ്കിലും. അപ്പൊ അവർ തെമ്മാടികളാകാം, ദുഷ്ടന്മാരാകാം, അല്ലെങ്കിൽ ജനങ്ങളോട് അനീതി കാണിക്കുന്ന ഭരണാധികാരികളാകാം. ബറാണെങ്കിലും ഫാജിറാണെങ്കിലും എന്ത് കൊടുക്കണം? സംഉം ത്വാഅത്തുണ്ട്. ഇവിടെ ആ തെറ്റിദ്ധാരണ മാറ്റണം. കാരണം അതിന്റെ പേരിലാണ് ഇന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ എന്തെങ്കിലും തീരുമാനം കൊണ്ടുവന്നാലും പിന്നെ ഒച്ചപ്പാടാണ്, കുസുകുസാണ്. ചില പത്രങ്ങളിലും ചില മീഡിയകളിലും ചില ആളുകൾക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഫാജിറാണെങ്കിലും എന്തുണ്ട്? സംഉം ത്വാഅത്തുണ്ട്. അപ്പൊ ഇത് നസ്സാണ്, അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ വമൻ വലിയ ഖിലാഫത്ത് ഏറ്റെടുത്ത ആളുകൾ, വലിയ ഭരണാധികാരം ഏറ്റെടുക്കുക, അധികാരം ഏറ്റെടുക്കുക. വമൻ വലിയ ഏറ്റെടുത്ത ആളുകൾ, എന്ത് ഖിലാഫത്ത് ഏറ്റെടുത്ത ആളുകളോടും എന്തുണ്ട്? സംഉം ത്വാഅത്തും. അപ്പൊ ഖിലാഫത്ത് ഏറ്റെടുത്ത ആളാണോ അവരോടും. വജ്തമഅ അന്നാസു അലൈഹി, അയാളുടെ കാര്യത്തിൽ ജനങ്ങൾ ഏകോപിച്ചിരിക്കുന്നു. വറളൂ ബിഹി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആളുകൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ജനങ്ങളെല്ലാവരും കൂടി യോജിച്ച് അവരെ തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്ത ഖലീഫയാണെങ്കിലും ഖലീഫയോടും എന്ത്? സംഉം ത്വാഅത്ത്. അതേപോലെ വമൻ ഖറജ അലൈഹിം ബിസ്സൈഫി, അവിടെ മറ്റൊരു സംശയം കൂടി തീർക്കുകയാണ്. വാളുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണെങ്കിലും ശരി, അവിടെ വമൻ ഖറജ അലൈഹിം ബിസ്സൈഫി, അവിടെ വാളുകൊണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുവ്വത്ത്, അല്ലെങ്കിൽ സുൽത്താൻ, അല്ലെങ്കിൽ അധികാരം, ബലം പ്രയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാകാം, അല്ലെങ്കിൽ വാളുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാകാം, അധികാരം പ്രയോഗിച്ചിട്ട് ഖലീഫയായിട്ടുള്ള ആളാകാം. അങ്ങനെ അയാൾ സൈഫ് കൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ്. ഹത്താ സ്വാറ ഖലീഫത്തൻ, അങ്ങനെ അയാൾ ഖലീഫയായി തീർന്നു. വസുമ്മിയ അമീറുൽ മുഅ്മിനീൻ, അയാള് അമീറുൽ മുഅ്മിനീൻ എന്ന് പേര് പറയപ്പെട്ടു, അങ്ങനെ അറിയപ്പെട്ട ആളാണ്. അയാൾ അധികാരത്തിൽ വന്നത് വാളുകൊണ്ടാണെങ്കിലും ശരി, അധികാരം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ശരി, അവർക്കൊക്കെ എന്ത് കൊടുക്കണം? സംഉം ത്വാഅത്തും കൊടുക്കണം. ഇത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. വളരെയധികം ആളുകൾ തെറ്റിപ്പോയിട്ടുള്ള, അബദ്ധം സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
അപ്പൊ ഇമാം അഹ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ നസ്സിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബറാണെങ്കിലും ശരി, ഫാജിർ ആണെങ്കിലും ശരി, ജനങ്ങൾ എല്ലാവരും തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്ത ഖലീഫ ആണെങ്കിലും ശരി, ഇനി അതല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അട്ടിമറിയിലൂടെ, അല്ലെങ്കിൽ വാളുകൊണ്ട്, അതല്ലെങ്കിൽ ശക്തി ഉവ്വത്ത് കൊണ്ട് അധികാരത്തിൽ വന്ന ആളാണെങ്കിലും ശരി, മുസ്ലിം ഭരണാധികാരികൾക്ക് സമഉം ത്വാഅത്തും കൊടുക്കുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒന്നാണ്. ഇവിടെ വിശദീകരിക്കുന്നത് ഫുറൂഇയായ കാര്യങ്ങളെ സംബന്ധിച്ചല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉസൂൽ സുന്നയുടെ പ്രത്യേകത എന്താ? അവിടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറകളാണ് വിശദീകരിക്കുന്നത്. സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറകളാണ്, ഉസൂലുകളാണ് വിശദീകരിക്കുന്നത്. അതിൽ തന്നെ ഇമാം അഹ്മദ് നബി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ എന്തല്ല, ഫലൈസ മിൻ അഹ്ലിഹ എന്നുള്ളത് ഇതിന്റെ ആദ്യ ഭാഗത്ത് പഠിച്ചു പോയിട്ടുണ്ട്. ഈ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആളല്ല എന്നുള്ളത് ഇതിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ മനസ്സിലുമാണ്. മനസ്സിലാവുണ്ടല്ലോ. ഇത് തിരിയാത്തത് കൊണ്ടാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, IS-നെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സൗദി അറേബ്യയെ കുറ്റം പറയാൻ പാടില്ലെങ്കിൽ IS-നെയും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ ചവറുകളും പോയി സെർച്ച് ചെയ്യും. ഇന്നത്തെ ഇൽമ് അറിവ് നടൽ അങ്ങനെയാണല്ലോ. എല്ലാ ചവർ സൈറ്റുകളിലും പോയിട്ട്, കാരണം അവനവരൊരു തീരുമാനം ആദ്യം ഉണ്ടാക്കും, ഒരാശയം ഒരാദർശം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിന്റെ തെളിവുകൾ തേടലാണ്. അപ്പൊ സൗദി അറേബ്യനെ കുറ്റം പറയാൻ പറ്റില്ലെങ്കിൽ, അവിടുത്തെ ഭരണാധികാരികളെ കുറ്റം പറയാൻ പറ്റില്ലെങ്കിൽ IS-നെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന ഒരു വൃത്തികെട്ട വാദത്തിലേക്ക് പോലും ചില ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ പോലുണ്ട്. ഈ ഉസൂൽ സുന്നയുടെ ഷറഹിൽ തന്നെ ഇതിനെ വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് ഷറഹുകളുണ്ട്. അതിലവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഇത്തരത്തിലുള്ള ചവർ സൈറ്റുകളാണ് അതിന്റെ കാരണം ലോകത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശദീകരണത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെസ്സിന്റെ അർത്ഥം മനസ്സിലായല്ലോ. സമ്മും ത്വാഅത്തും ബറാണെങ്കിലും ഫാജിർ ആണെങ്കിലും മനസ്സിലായല്ലോ. അത് ജനങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുത്ത ആളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ വാളിലൂടെ അധികാരത്തിലൂടെ ബലം പ്രയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ്, അമീറുൽ മുഅ്മിനീനായ ആളാണെങ്കിലും ശരി, എന്ത് ചെയ്യണം, സമ്മും ത്വാഅത്തും കൊടുക്കണം. അതിന്റെ ഷറഹ് നോക്കുക. ഇനി സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ളയുടെ ഷറഹ്. മിനൽ ഉസൂലില്ലത്തി ജാഅത് ബിഹാ സുന്നഹ് വമാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ. അഹ്ലുസ് സുന്നത്തിന്റെ മറ്റൊരു ഉസൂലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയത്. ആ ഉസൂലുകളിൽപ്പെട്ട ഒരു ഉസൂലാണ്. ഇവിടെയൊക്കെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ചെയ്താല് കൂലിണ്ട്, ഒഴിവാക്കിയാൽ കുറ്റമൊന്നും ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രത്യേകത മനസ്സിലാക്കണം. കാരണം പല ആളുകളുടെയും മനസ്സിലേക്ക് ഈ സുന്നത്ത് എന്നുള്ളത് പറയുമ്പോൾ തന്നെ വരുന്നത് എന്താണ്, ചെയ്താല് കൂലിണ്ട്, ഒഴിവാക്കിയാൽ കുറ്റമൊന്നുമില്ല. അതല്ല, അവിടെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സുന്നത്ത് എന്നുള്ളത്. സുന്നത്ത് എന്നുള്ളത് ഇസ്ലാമാണ്, ഇസ്ലാമി എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ അഹ്ലുസ് സുന്നത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽപ്പെട്ടതാണ്. അത് പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയത്. വഅതഖദഹ അഹ്ലുസ് സുന്നഹ് വഅജ്മഉ അലൈഹ. ഈ വിശ്വാസത്തിലാണ് അഹ്ലുസ് സുന്നത്ത് ഉള്ളത്. അവരതിൽ ഏകോപിച്ചിരിക്കുന്നു. ഈ അഖീദയിൽ അവർ ഏകോപിച്ചിരിക്കുന്ന അഖീദ. വമീസതുഹും അൻ അഹ്ലിൽ അഹ്വായി. അതേപോലെ തന്നെ ഹവയുടെ ആളുകളിൽ നിന്ന് അഹ്ലുസ് സുന്നത്തിനെ വ്യതിരക്തമാക്കുന്നതുമായ കാര്യം കണ്ടോ. ഹവയുടെ ആളുകളിൽ നിന്ന് അഹ്ലുസ് സുന്നത്തിനെ വ്യതിരക്തമാക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്താ, അസ്ലു അൽ മുതഅല്ലിഖു ബിതഅത്തി വലിയിൽ അംർ. വലിയുൽ അംറിനെ അനുസരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇതിന്റെ വിശദീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ സുലൈമാൻ റുഹൈലി ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അഹ്ലുസ് സുന്നത്തിനെയും അഹ്ലുൽ ബിദഅനെയും വേർതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഭരണാധികാരികളോടുള്ള സമഉം ത്വാഅത്തും, അവരോടുള്ള സമഉം ത്വാഅത്തും. വഹാദൽ അസ്ലു യാ ഇഖ്വാ മിൻ ഔളഹിൽ ഉസൂലി ലത്തി തുമയ്യിസു അഹ്ലസ് സുന്ന അൻ അഹ്ലിൽ ബിദഅത്തി ഫി സമാനിന. പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അഹ്ലുൽ ബിദഅത്തിന്റെയും അഹ്ലുസ് സുന്നത്തിന്റെയും ആളുകളെ വേർതിരിക്കുന്ന ഉസൂലുകളിൽ ഏറ്റവും ഔളഹ്, അതൊരു അവ്യക്തത അല്ല. മനസ്സിലാണ്ടോ? ആ വിഷയത്തിലൊരു അവ്യക്തത അല്ല. അതാണ് ഔളഹിൽ ഉസൂൽ. ഉസൂലുകളിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട അസ്ലാണ് അഹ്ലുൽ ബിദഅത്തിനെയും അഹ്ലുസ് സുന്നത്തിനെയും വേർതിരിക്കുന്നത്. അത് പറയാനുള്ള കാരണം തരാം. അഹ്ലുസ് സുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരാൾ അഹ്ലുസ് സുന്നയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. ഒരാൾ ഭരണാധികാരിയെ കുറ്റം പറയുന്നുണ്ടോ, അയാൾ അഹ്ലുൽ ബിദഅത്തിന്റെ ആളാണ്. ഒരാളുടെ സ്വഭാവം ഭരണാധികാരികളെ കുറ്റം പറഞ്ഞിറക്കണമെങ്കിൽ അതിന് ഹദീസിൽ ഇത് തെളിവ് ഉദ്ധരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അതിന് പേരൊന്നും പറയണില്ല. ഭരണാധികാരികളെ കുറ്റം പറയാൻ, അവർക്കെതിരെ സംസാരിക്കാൻ, അവർക്കെതിരെ ശബ്ദിക്കാൻ ഹദീസുകളിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. ഒരാൾ ഭരണാധികാരികളെ കുറ്റം പറയുന്നതായിട്ട് കണ്ടാൽ നീ മനസ്സിലാക്കിക്കോ, അവൻ എന്തല്ല, അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആളല്ല. കാരണം ഇത് അഹ്ലുസ് സുന്നത്തിന്റെ അഖീദയാണ്. മനസ്സിലാക്കണം. ഈ നിലപാടാണ്, ഇതിന്റെ നിലപാടിനനുസരിച്ചാണ് അത് തീരുമാനാക്കുക.
മൗഖിഫറിന്റെ നിലപാട്. പിന്നെ വലിയ അംറിൽ മുസ്ലിം ഭരണാധികാരിയോടുള്ള ഒരാളുടെ നിലപാട് എന്താണ്? ആ നിലപാടിനനുസരിച്ചായിരിക്കും ഒരാൾ അഹ്ലുസുന്നത്തിന്റെ ആളാണോ ഒരാൾ അഹ്ൽ ബിദ്അത്തിന്റെ ആളാണോ എന്നുള്ളത് മനസ്സിലാക്കണം. മിൻ ഹുക്കൂക്കി വലിയ അംറി ബൽഹു അദ്ഹറു ഹുക്കൂഹി. അതുകൊണ്ട് വലിയ അംറുകളോടുള്ള ഹക്ക്, നമുക്കുള്ള ചില കടമകളുണ്ട്. ആ കടമകളിൽ പെട്ടതാണ്, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് അസ്സംഉ വത്വാഅതു ലഹു ഫി ഗൈരി മഅസിയത്തില്ലാഹി അസ്സ വജല്ല. മഅസിയത്തല്ലാത്ത വിഷയങ്ങളിൽ സംഉം ത്വാഅത്തും ഭരണാധികാരിക്ക് കൊടുക്കുക എന്നുള്ളത്. മഅസിയത്തല്ലാത്ത വിഷയത്തിൽ മനസ്സിലാട്ടോ, അത് ഇതിൽ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അപ്പൊ തെറ്റല്ലാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഭരണാധികാരികൾക്ക് സംഉം ത്വാഅത്തും കൊടുക്കണം. അതിനെയും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചില തീരുമാനങ്ങൾ ചില ഭരണാധികാരികൾ എടുക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംഉം ത്വാഅത്തും കൊടുക്കണ്ടെന്നാ, ആ വിഷയത്തിൽ അനുസരിക്കേണ്ടെന്നാ പറഞ്ഞത്. ചില തെറ്റായ തീരുമാനങ്ങൾ ചില നാട്ടിലൊക്കെ തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കും. അതോടുകൂടി അവർക്ക് സംഉം ത്വാഅത്തും ഇല്ലാന്ന് ആരാ പറഞ്ഞത്? അവരങ്ങനെ ചെയ്യില്ലേ? കള്ളുഷാപ്പ് കൊണ്ടുവന്നില്ലേ, ബാറുകൾ തുറന്നില്ലേ, ഗാനമേളക്ക് അനുവാദം കൊടുത്തില്ലേ, അപ്പൊ അവർക്ക് സംഉം ത്വാഅത്തും കൊടുക്കണ്ടെന്നാ? ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കിതാബുകളിൽ പറഞ്ഞതിനനുസരിച്ചിട്ടില്ല. നമ്മളെ ചില ആളുകൾക്ക് ചില ഹവകൾ ഉണ്ടാവും, ആ ഹവക്കനുസരിച്ചിട്ട് വിഷയങ്ങൾ പഠിക്കുക. ആ വിഷയത്തിന് അനുസരണം പാടില്ല. ഇതിൽ വരുന്നുണ്ട്, എന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അപ്പൊ മഅസിയത്തല്ലാത്ത വിഷയങ്ങൾ, തെറ്റല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഭരണാധികാരികൾക്ക് സംഉം ത്വാഅത്തും കൊടുക്കണം. ഈ പറഞ്ഞിട്ടുള്ള സംഉം ത്വാഅത്തും എന്നുള്ളത് സാങ്കേതിക ശബ്ദമാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാൾ അഹ്ലുസുന്നയിൽ പെട്ട ആളല്ല. നമ്മൾ സംഘടനാ നേതാക്കന്മാർക്ക് പറയുന്ന അനുസരണമല്ല ഈ പറയണത്. അതിനെപ്പോലും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ആ പറയുന്ന നമ്മൾ സാധാരണ ഒരു കോമൺ ആയിട്ട് പ്രയോഗിക്കുന്ന കേൾക്കലും അനുസരിക്കലും അല്ല ഈ വിഷയത്തിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് വൻതബിഹു യാ ഇഖ്വാ, സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അസ്സംഉ മഅനാഹു, എന്താണ് സമ എന്നുള്ളതിന്റെ മാന? സമ എന്നുള്ളതിന്റെ മാന ഇൽഖാഉ സമഇ വൽ ഇഹ്തിമാഉ ബിമാ യുഖാൽ. നമ്മൾ കേൾവി കൊടുക്കുകയും ആ ഭരണാധികാരി പറയുന്നത് എന്താണോ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാണ്ടോ? ഭരണാധികാരി ഒരു കാര്യം പറയുന്നത് കേൾക്കുക, അത് ഗൗരവത്തിലെടുക്കുക, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വാഅത്തിന്റെ അർത്ഥം എന്താണ്? അൽ അമലു ബിമാ സുമിയ, ആ കേൾക്കുന്നത് എന്താണ് അത് അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സമ എന്താണ്, ത്വാഅത്ത് എന്താന്നുള്ളത് വിശദീകരിച്ചു. എന്താണ് സമ, എന്താണ് ത്വാഅത്ത്? സമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണാധികാരി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കുക. ത്വാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കേട്ട കാര്യം അനുസരിക്കുക. ഇത് വാജിബാണ്. ഒരാൾ അഹ്ലുസുന്നയിൽ പറയണമെങ്കിൽ ഇത് നിർബന്ധമാണ്. ലൈസ കുല്ലു മൻ ഹുദ്ദിസ സമിഅ, പറയപ്പെടുന്നതെല്ലാം എല്ലാവരും കേൾക്കണമെന്നില്ല. ഫബഅദു നാസി ലാ സമഅ വലാ ത്വാഅ, ചില ആളുകൾ എന്തില്ല, നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സമഉം ത്വാഅത്തുമില്ല. ഭരണാധികാരികൾ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല, അവരനുസരിക്കുകയില്ല. വലാ യഹ്തമൂന ബി കലാമിൽ ഹാക്കിമിൽ മുസ്ലിം, മുസ്ലിം ഭരണാധികാരിയുടെ കലാം ശ്രദ്ധിക്കാത്ത ആളുകൾ, അത് ഗൗരവത്തിലെടുക്കാത്ത ആൾക്കാർ. വലാ യഹ്തമൂൻ, അവർ ഗൗരവത്തിലെടുക്കൂല. അപ്പൊ മുസ്ലിം ഭരണാധികാരിയുടെ ആ കൽപ്പന ഗൗരവത്തിലെടുക്കാത്ത ആളുകൾ. വബഅദുഹും യസ്മഊൻ വലാ യഹ്തമൂൻ, ചില ആളുകൾ എന്ത് ചെയ്യും, അവർ കേൾക്കും, പക്ഷെ അവരത് ഗൗരവത്തിലെടുക്കൂല. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സമഉം ത്വാഅത്തും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കേൾക്കും, അത് അത്ര ഗൗരവത്തിലെടുക്കൂല. അങ്ങനെ എത്രയോ നമ്മളിത് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അവരുണ്ടാകുക. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അസ്ലു അഹ്ലുസുന്ന വൽ ജമാഅ അസ്സംഉ വത്വാഅ, എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അസ്ലാണ്, അടിസ്ഥാന ആദർശത്തിൽപ്പെട്ടതാണ് സമഉം ത്വാഅത്തും എന്നുള്ളത്. ഫയൽഖിൽ മുസ്ലിമു സമഅഹു ലികലാമി ഹാക്കിമിഹിൽ മുസ്ലിം വയുതിഉ ഫി ഗൈരി മഅസിയത്തില്ലാഹി അസ്സ വജല്ല, ആ ഭരണാധികാരി പറയുന്നത് എന്താണോ അതൊരു മുസ്ലിം കേൾക്കണം, കേൾക്കേണ്ടവനാണ്. അതേപോലെ തന്നെ മഅസിയത്തല്ലാത്ത വിഷയങ്ങളാണോ അതനുസരിക്കുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ്. ഇൻതബിഹു യാ ഇഖ്വാ, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം സഹോദരങ്ങളെ. വലിയുൽ അംർ ഖദ് യഅ്മുറു ബിവാജിബിൻ ശർഈൻ. ഇനി ഓരോന്ന് വേർതിരിച്ച് പറയാം. ചിലപ്പോൾ അമീർ ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി കൽപ്പിക്കുന്നത് എന്തായിരിക്കും, ഒരു വാജിബായ ഒരു കാര്യമായിരിക്കും. മനസ്സിലാണ്ടോ? ചിലപ്പോൾ ഒരു നിർബന്ധ കാര്യമായിരിക്കും ഒരു ഭരണാധികാരി കൽപ്പിക്കുക, ഒരു വാജിബായിരിക്കും കൽപ്പിക്കുക. ഏതുപോലെ കാൻ യഅ്മുറു ബിസ്സിയാമി ഫി റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുന്നത് പോലെ ഫയുത്താഉ, ആ ഭരണാധികാരി അനുസരിക്കണം. വയകൂന അംറുഹു തഅക്കീദൻ ലിൽ അംരി ശർഈ, ആ ഭരണാധികാരിയുടെ കൽപ്പന എന്താണ്, ശർഈന്റെ കൽപ്പനയെ ഒന്നുകൂടി തഅക്കീദ് ചെയ്യലാണ്, ഒന്നുകൂടി ശക്തിപ്പെടുത്തലാണ്. അപ്പൊ വാജിബായ ഒരു കാര്യമാണ് കൽപ്പിക്കുന്നതെങ്കിൽ സംശയമല്ലല്ലോ. ഒരു നിർബന്ധ കാര്യമാണ് ഭരണാധികാരി കൽപ്പിക്കുന്നതെങ്കിൽ എന്താണ്, അത് ശർഈന്റെ കൽപ്പനകളെ ശക്തിപ്പെടുത്തൽ ഭരണാധികാരി ചെയ്യണത്. എല്ലാവരും നിസ്കരിക്കണം, എല്ലാവരും നോമ്പ് നോൽക്കണം, എല്ലാവരും റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കണം, എല്ലാവരും നിർബന്ധ സക്കാത്തുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം,
ഇങ്ങനെ നിർബന്ധ കാര്യമാണ് ഭരണാധികാരി കൽപ്പിക്കുന്നതെങ്കിൽ എന്താണ് അത് ഷറഇന്റെ കൽപ്പനകളെ ശക്തിപ്പെടുത്തലാണ്. അപ്പൊ എന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വഖദ് യഅ്മുറു ബിതർക്കി മുഹറമിൻ ദല്ലത്തി നുസൂസു അലാ തഹ്രീമിഹി. ചിലപ്പോൾ ഭരണാധികാരി കൽപ്പിക്കുക ഹറാമായ ഒരു കാര്യം ഒഴിവാക്കാനായിരിക്കും. ശറഅ് ഹറാമാക്കിയ ഒരു കാര്യം ഒഴിവാക്കാനായിരിക്കും. ഫയുതാവു. അപ്പൊ എന്ത് ചെയ്യണം? ഭരണാധികാരി അനുസരിക്കണം. വയകൂനു നഹിയു തഅക്കീദൻ ലിനഹി ശറഇ. ഭരണാധികാരി ആ സംഗതി നിരോധിച്ചു എന്നുള്ളത് എന്താണ്? ശറഅ് നിരോധിച്ച് അതിനൊന്നുകൂടി ശക്തിപ്പെടുത്തലാണ്. കള്ള് ഇസ്ലാം നിഷിദ്ധമാക്കി, ഭരണാധികാരി ആ നിയമം ഒന്നുകൂടി കൊണ്ടുവന്നു, ആരും കള്ള് കുടിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഒരു ഉദാഹരണം എന്താണ്? ശറഇന്റെ കൽപ്പനയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പൊ ഇതിലൊന്നും ചില ആളുകൾക്കൊന്നും തർക്കം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. അപ്പൊ വാജിബാണെങ്കിൽ അനുസരിക്കണം, ഹറാം ഒഴിവാക്കാൻ പറഞ്ഞാൽ അനുസരിക്കണം. വഖദ് യഅ്മുറു ബിഫിഅലി മുസ്തഹബിൻ. ചിലപ്പോൾ എന്താവും? മുസ്തഹബായ ഒരു കാര്യം ചെയ്യാനായിരിക്കും ഭരണാധികാരി കൽപ്പിക്കുന്നത്. കൂലി കിട്ടുന്ന ഒരു കാര്യം ചെയ്യാനായിരിക്കും. കാന യഅ്മുറു മസല ഉദാഹരണമായിട്ട് ബിഖാമതി തറാവീഹി ഫി റമദാൻ. റമദാനിൽ തറാവീഹ് നടത്താനായിരിക്കും ചിലപ്പോൾ കൽപ്പിക്കുന്നത്. ഫയുതാവു. അനുസരിക്കണം. തറാവിയാണ് കൽപ്പിച്ചിട്ടുള്ളത്. വയകൂനു ദാലിക തഅക്കീദൻ ലി അംരി ശറഇ ലാകിനഹു ലാ യുഖ്രിജു അംറ ശറഇ അൻ വസ്ഫി. അതെന്താണ്? ശറഅ് കൽപ്പിച്ച രൂപത്തിൽ നമ്മളത് നിർവഹിക്കുകയാണ്. അത് ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതൊരിക്കലും ശറഇന്റെ പുറത്തുള്ള ഒരു കൽപ്പനയല്ല. സംഗതി മുസ്തഹബാണ്. അതാണ് ഭരണാധികാരി കൽപ്പിച്ചിട്ടുള്ളത്. ഫയബ്ഖാ മുസ്തഹബൻ. ഭരണാധികാരി കൽപ്പിക്കുമ്പോൾ അത് മുസ്തഹബനാണല്ലോ. അപ്പൊ അങ്ങനെ മുസ്തഹബായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ കൽപ്പിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് അനുസരിക്കണം. വഖദ് യഅ്മുറു ബിതർക്കി മക്റൂഹിൻ ഫയുതാവു. ചിലപ്പോൾ കറാഹത്തായ ഒരു കാര്യം ഒഴിവാക്കാനായിരിക്കും ഭരണാധികാരിയുടെ കൽപ്പന. അത് ഇസ്ലാം കറാഹത്തായിരിക്കും. എന്ത് ചെയ്യണം? കറാഹത്താണെങ്കിലും അനുസരിക്കണം, കറാഹത്താണെങ്കിലും അനുസരിക്കണം. വഖദ് യഅ്മുറു ബിഫിഇലിൻ മുബാഹിൻ. ചിലപ്പോൾ മുബാഹായ ഒരു കാര്യമായിരിക്കും, അനുവദനീയമായ ഒരു കാര്യം. ഫയുതാവു. അവിടെ എന്ത് വേണം? അനുസരണം വേണം. അപ്പൊ ഓരോന്ന് വേർതിരിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വഖദ് യഅ്മുറു ബിഫിഇലിൻ മക്റൂഹിൻ ഫയുതാവു. നേരത്തെ പറഞ്ഞതിനൊന്നുകൂടി ലിഅന്നഹു ലൈസ മഅസിയ. കറാഹത്തായ ഒരു കാര്യമാണ് ഭരണാധികാരി കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അനുസരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അത് മഅസിയത്തല്ലല്ലോ. കറാഹത്ത് എന്നുള്ളത് മഅസിയത്തല്ല. അവിടെ എന്ത് ചെയ്യണം? അവിടെയും അനുസരിക്കണം. വഖദ് യഅ്മുറു ബിതർക്കി മുസ്തഹബിൻ. ചിലപ്പോൾ എന്താകും? മുസ്തഹബായ ഒരു കാര്യം ഒഴിവാക്കാനായിരിക്കും ഭരണാധികാരിയുടെ കൽപ്പന. മുസ്തഹബായിരിക്കും ആ കാര്യം ഇസ്ലാമിൽ, അത് ഒഴിവാക്കണം എന്നുള്ള കൽപ്പന ഭരണാധികാരി പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞത് ചെയ്യണം എന്നുള്ള കൽപ്പനയാണെങ്കിൽ അനുസരിക്കണം. എന്നാൽ മുസ്തഹബായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാനാണ് ഒരു ഭരണാധികാരി കൽപ്പിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യണം? ഫയുതാവു. അവിടെയും ഭരണാധികാരിയെ അനുസരിക്കണം. ലിഅന്നഹു ലൈസ മഅസിയ. കാരണം ആ മുസ്തഹബ് ഒഴിവാക്കുക എന്നുള്ളത് എന്തല്ല? മഅസിയത്തല്ല, തെറ്റായൊരു കാര്യമല്ല. വലൗ ഫറദനാ ജദലൻ അന്ന ഹാക്കിമ മിൻ ഹുക്കാമിൽ മുസ്ലിമീന. ഒരു ഉദാഹരണം, ഭരണാധികാരികളിൽപ്പെട്ട ഒരു മുസ്ലിം ഭരണാധികാരി അമർ ആളൊരു കൽപ്പന കൊണ്ടുവന്നു. എന്താണ്? ബി അല്ലാ തുഖാമ തറാവിഹ് ഫിൽ മസാജിദ്. പള്ളികളിൽ ഇനി മുതൽ ആരും തറാവി നിസ്കരിക്കരുത് എന്നുള്ളൊരു കൽപ്പന. പള്ളികളിൽ എന്ത് ചെയ്ത്? ആരും തറാവി നിസ്കരിക്കരുത്. മൻ ഷാ യുസല്ലി ഫി ബൈത്തി. ഇനി ആരെങ്കിലും തറാവി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആരും പെരിയിൽ വെച്ചിട്ട് നിസ്കരിച്ചോട്ടെ എന്നുള്ളൊരു കൽപ്പന കൊണ്ടുവന്നു. എന്താ ചെയ്യേണ്ടത്? അവിടെ കുസുകുസു നടത്തിയിട്ട് ഭരണാധികാരികൾക്കെതിരെ അണികളെ തിരിച്ചുവിടല്ല ചെയ്യാം. അത് മുസ്തഹബായിട്ടുള്ളൊരു കാര്യമാണ്. ഇഖാമത്തു തറാവീഹി ഫിൽ മസാജിദ് മുസ്തഹബ. പള്ളികളിൽ വെച്ചിട്ട് ആ തറാവീഹ് സംഘടിപ്പിക്കപ്പെടുക എന്നുള്ളത് എന്താണ്? മുസ്തഹബാണ്. അതുകൊണ്ട് ഫൈദ അമറ വലിയുൽ അംറിൽ മുസ്ലിമി ബി തർക്കിൽ മുസ്തഹബി. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഭരണാധികാരി ആ മുസ്തഹബ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ വജബ അൻ യുതാഅ. അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ് പറയുന്നത് കേട്ടോ. വേറെ വല്ല പിന്നെ അഹ്ലുസുന്നത്തിന്റെ അഖീദക്ക് തെറ്റായ വല്ല വിശ്വാസങ്ങളും ചവറുകളും ആരെങ്കിലും നമ്മളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഹ്ലുസുന്നത്തരവാദിയല്ല. അവരുടെ ഹവ കൊണ്ട് അവർ പോവുക എന്നുള്ളതല്ലാതെ അഹ്ലുസുന്നത്തിന്റെ അഖീദ അതാണ്. അതിന് ഭരണാധികാരികളെ കുറ്റം പറയാൻ നടക്കലല്ല. കാരണം ഒരു രാജ്യത്തിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ടാവും, ചില നടപടിക്രമങ്ങളുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾ വിചാരിക്കണ മാതിരി ആവില്ല കാര്യത്തിന്റെ കിടപ്പ്, സംഗതികളുടെ അവസ്ഥകൾ അങ്ങനെ ആവില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആവില്ല. അപ്പൊ ചില കൽപ്പനകളൊക്കെ ഭരണാധികാരികൾ കൊണ്ടുവരും. അപ്പൊ ചിലപ്പോൾ അവർ പറയുന്നത് ഈ റമദാനിൽ ആരും തറാവി പള്ളിയിൽ വെച്ചിട്ട് നിർവഹിക്കരുതെന്ന് പറയും. അതെന്താണ് നിർവഹിച്ചാൽ? അങ്ങനെ ഭരണാധികാരിക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഇത് എവിടുത്തെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് അയാൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കണം, പത്രത്തിൽ എഴുതണം, അയാൾക്കെതിരെ ഖുത്ബ നടത്തണം. ഇതൊന്നും അഹ്ലുസുന്നത്തിന്റെ മാർഗ്ഗേ അല്ല. ഒരു മുസ്ലിം രാജ്യം പോകട്ടെ, ഇന്ത്യയെ പോലൊരു അമുസ്ലിം നാടുകളിൽ പറ്റുമോ? അത് മറ്റൊരു വിഷയമാണ്. ആരെങ്കിലും സംശയമായിട്ട് ചോദിക്കപ്പെടുകയാണെങ്കിൽ നമുക്കത് വിശദീകരിക്കാം. അത് എത്രത്തോളം ആകാം, അതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ്. പിന്നല്ലേ ഇപ്പൊ മുസ്ലിം നാടുകളിൽ അവർ മുസ്തഹബ് ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന ആണെങ്കിൽ ഇതിൽ പറഞ്ഞ എന്താ? വജബ അൻ യുതാഅ. അവിടെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ്. മനസ്സിലാണ്ടോ? അതനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ലിഅന്ന തർക്കൽ മുസ്തഹബ്
ലൈസ മാസിയ. കാരണം മുസ്തഹബായ ഒരു കാര്യം ഒഴിവാക്കുക എന്നുള്ളത് മാസിയത്തല്ലല്ലോ. തെറ്റായ കാര്യങ്ങളിൽ ഭരണാധികാരി അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മുസ്തഹബായ കാര്യം ഒഴിവാക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഭരണാധികാരി, പിന്നെ അത് മാസിയത്താണോ? മാസിയത്തല്ലല്ലോ. അപ്പൊ ആ വിഷയത്തിൽ ഭരണാധികാരിയെ അനുസരിക്കണം. വൈൻ അമറ ബി തർക്കിൽ മുബാഹി. ഇനി മുബാഹായ ഒരു കാര്യം, മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഒരു കാര്യം, അത് ഒഴിവാക്കാന് ഭരണാധികാരി കൽപ്പിച്ചു. ലം യുഹരിമുഹു, ഭരണാധികാരി അത് ഹറാമാക്കിയിട്ടില്ല. സംഗതി ഹലാലാണ്, പക്ഷെ ഭരണാധികാരി പറഞ്ഞു അത് പാടില്ല, അത് ഒഴിവാക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിലോ, അതായത് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം, ആ രാജ്യത്തെ രാജാവ്, ഭരണാധികാരി, ഖലീഫ, അമീർ പറയാണ് അത് പാടില്ല എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ അനുസരിക്കണം. അത് മുബാഹാണ്, അനുവദനീയാണ്, ജായിസാണ്. എന്താ ചെയ്യേണ്ടത്? ലം യുഹരിമുഹു, അത് അയാള് ഹറാമാക്കിയിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടില്ല, പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. വലാ യസ്തത്തി വരും, കാരണം അത് ഹറാമാക്കുക എന്നുള്ളത് അയാളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമില്ല, അത് ചെയ്യാൻ പാടില്ലല്ലോ. ലാക്കിൻ അമറ ബി തർക്കി, അത് ഒഴിവാക്കാനാണ് അയാൾ കൽപ്പിച്ചത്. വഫർഖു യാ ഇഖ്വ ബൈന തർക്കിൽ മുബാഹി വബൈന തഹരീമിൽ മുബാഹി തഅരിഫൂന ഹാദാ വലാ മാ തഅരിഫൂൻ. സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് ചോദിക്കുകയാണ്, മുബാഹായ ഒരു കാര്യം ഒഴിവാക്കുന്നതും അത് ഹറാമാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമോ? അത് ഒഴിവാക്കാൻ പറയുന്നതും അത് ഹറാമാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അൽആന യാ ഇഖ്വ ഹൽ അൻതും തഫ്അലൂന കുല്ല മുബാഹിൻ. അദ്ദേഹം ചോദിക്കാണ്, എല്ലാ മുബാഹുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇസ്ലാം മുബാഹാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ? അബദൻ, ആരും ഇത് ചെയ്യണില്ല. എല്ലാ കാര്യങ്ങളും ആരും ചെയ്യണില്ല. ബൽ അൽ മശ്റൂലക്കും തഖലീലും മിനൽ മുബാഹാത്ത്, മുബാഹായ കാര്യങ്ങളിൽ തന്നെ വളരെ കുറച്ചുള്ളതാണെന്ത്, പിന്നെ വളരെ കുറച്ചുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഹുനാക മുബാഹാത്തുൻ മാ നഫ്അലുഹാ അസ്ലൻ, അടിസ്ഥാനപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യാത്ത എത്രയോ മുബാഹായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലാകിൻ ഹൽ യജൂസു ലനാ അൻ നുഹരിമൽ മുബാഹ മാ യജൂസ്. പക്ഷെ നമ്മളത് ചെയ്യണില്ല എന്നുള്ളത് കൊണ്ട് അത് ഹറാമാക്കാൻ നമുക്ക് പറ്റുമോ? അത് ഹറാമാണെന്നുള്ളത് പറയാൻ പാടുണ്ടോ? അദ്ദേഹം പറയുന്നു ഇല്ല, അത് ഹറാമാണെന്നുള്ളത് പറയാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇതൻ തെർക്കുൽ മുബാഹി ലൈസ തഹരീമല്ലോ. അപ്പോ മുബാഹായിട്ടുള്ള ഒരു സംഗതി ഒഴിവാക്കുക എന്നുള്ളത് അതെന്തല്ല, അത് ഹറാമാക്കി എന്നല്ല അതിന്റെ അർത്ഥം. ഫകൗനു വലിയിൽ അംരി യഅ്മുറു ബിതർക്കിൽ മുബാഹി ഹാദാ ലൈസ മഅസിയ. അപ്പോ ഒരു ഭരണാധികാരി മുബാഹായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, മഅസിയത്തല്ല, അവിടെ ചാടിക്കളിച്ചാൽ നിൽക്കരുതെന്ന് അർത്ഥം. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. കാരണം അതെന്തല്ല, മഅസിയത്തല്ല. ലിഅന്ന ബഅദ അന്നാസി യുതൻതനു അൽആന, യുതൻതനു പറഞ്ഞാൽ തന്നെ കുസുകുസു എന്ന് പറയില്ലേ. ഈ IS ഒക്കെ വന്നപ്പോൾ ചില ആൾക്കാരെ പണി തന്നെ അതായിരുന്നു, 24 hours കുസുകുസു. സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതൻ IS-നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ IS കുഴപ്പമില്ല എന്നുള്ളത് ഈ ആളുകൾക്ക് എവിടുന്ന കിട്ടിയത്? ഈ തെമ്മാടികൾക്ക് എവിടുന്ന കിട്ടിയത്? എന്നിട്ട് ഒരു അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരായിട്ട് നടക്കുക. എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഏതൊരു വിഷയം എടുത്താലും ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്. IS-ന്റെ വിഷയത്തിൽ ലോകത്ത് ജീവിച്ചിരുന്ന ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇവിടുന്ന് അവർക്ക് ഈ ആശയം കിട്ടി IS കുഴപ്പമില്ല എന്നുള്ളത്. അവിടെ തെറ്റിയത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കാണെന്ന് അവർ പറയണത്. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നീട് അത് വിശദീകരിക്കാം. അപ്പൊ ഈ യുത്തൻതൻ എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, കുസുകുസു. ചില ആൾക്കാർ കുസുകുസു എന്ത്, നഹീഹു അനിൽ മുബാഹി മഅസിയ ലിഅന്നഹു യുഹരിമുഹു. ചില ആൾക്കാരെന്ത് പറയും, ഇത്തരത്തിലുള്ള മുബാഹായ ഒരു കാര്യം അത് ഒഴിവാക്കണം എന്നുള്ളത് ഭരണാധികാരി പറയാൻ അവർ കുസുകുസു നടത്തും. എന്ത്, മുസ്ലിം ഭരണാധികാരി അയാളത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അത് ഹറാമാക്കി എന്നല്ല ഇതിന്റെ അർത്ഥം. പറയുന്നത് മനസ്സിലായല്ലോ. ഈ ത്വന്തന യുത്തൻതനു അതാണ് പിറുപിറുക്കുക, കുസുകുസു നടത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അവരെന്ത് പറയും, ഇതാ അത് മുബാഹല്ലേ, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ, അതെങ്ങനെ പാടില്ല എന്നുള്ളത് അയാൾ പറയും. അപ്പൊ എത്രയോ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത മുബാഹായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അയാളത് ഒഴിവാക്കാൻ പറഞ്ഞാൽ, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഹറാമാക്കി എന്നല്ല. അപ്പൊ അതെന്തല്ല, മഅസിയത്തല്ല. ആ വിഷയത്തിൽ ആ ഭരണാധികാരിയെ അനുസരിക്കണം എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഭരണാധികാരി അനുസരിക്കണം. ഇത് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. ഇതിനെതിരായിട്ട് ആരെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അഹ്ലുസുന്നല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ല, ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. മനസ്സിലാണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹദീസുകൾ നമുക്ക് വരുന്നുണ്ട്, അത് നമ്മൾ വിശദീകരിക്കും. മനസ്സിലാണ്ടല്ലോ. നഖൂല് നമ്മൾ പറയുന്നു ലാ ശക്കാന്ന തർക്കലായ ഐനിയ തഹരീം. ഇനി അദ്ദേഹം അതിന് തെളിവ് കൊണ്ടുവരികയാണ്. ഒരു കാര്യം അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം അത് തഹരീമാണെന്നുള്ളതല്ല. വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദമാ അറാദ അലിയ്യുൻ റളിയല്ലാഹു അൻഹു അൻ യതസവ്വജ ബിൻത അബീ ജഹൽ അലാ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഈ ഒരു സംഭവം, ഈ ഒരു ഹദീസ് അദ്ദേഹം എടുത്തു ധരിക്കുകയാണ്. അതായത് അലി റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അത് വലിയൊരു ചരിത്ര വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് സ്വഹീഹായിട്ടുള്ള ഹദീസ് തന്നെയാണ്. ആ ഹദീസ് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബുഖാരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ്, സുന്നകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു
അബൂജഹലിന്റെ മകളെ കല്യാണം ആലോചിച്ചു. അന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭാര്യ ആയിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ, അതാണ് സംഭവം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നി ലാ ഉഹില്ലുൽ ഹറാം വലാ ഉഹരിമുൽ ഹലാൽ. അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യത്തെ ഞാൻ ഹലാലാക്കണില്ല, അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യത്തെ ഞാൻ പിന്നെ ഹറാമാക്കണില്ല. ആദ്യം അത് പറഞ്ഞു, മനസ്സിലാണ്ടോ? എന്നിട്ട് പറഞ്ഞു, വലാകിൻ വല്ലദി നഫ്സി ബിയദിഹി ലാ തജ്തമിഉ ഇബ്നതു അദുവില്ലാഹി മാ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. എന്ത്? റസൂലുള്ളാഹിന്റെ മകളും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളും കൂടി യോജിക്കുന്ന ഒരു പ്രശ്നമല്ല, രണ്ടാളും കൂടി യോജിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതിന്റെ ഷറഹിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ മകളും റസൂലുള്ളാഹിന്റെ മകളും തമ്മിൽ യോജിക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ അബൂജഹലിന്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ അത് റസൂലുള്ളാഹിന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു കരളിന്റെ കഷ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഹദീസിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്റെ കരളിന്റെ കഷ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സംഭവം ആ ഹദീസിന്റെ ബാക്കി ഭാഗമാണിത്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഫാത്തിമക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിക്കൂല. ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് എന്ത് പറഞ്ഞു? നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. എന്ത്? അള്ളാഹ് ഹലാലാക്കിയതിന് ഞാൻ ഹറാമാക്കണില്ല, അള്ളാഹ് ഹറാമാക്കിയതിന് ഞാൻ ഹലാലാക്കണില്ല. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ വെക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ആളെ പ്രശ്നം എന്താണ്? അപ്പൊ അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ ഞാൻ എന്താക്കണില്ല, ഹറാമാക്കണില്ല. പിന്നെന്താണ്? അള്ളാഹിന്റെ ശത്രുവിന്റെ മകളും റസൂലുള്ളാഹിന്റെ മകളും തമ്മിൽ അത് നടക്കില്ല, അത് വിഷയം വേറെ. അപ്പൊ അവിടെ എന്താണ്? അനുവദനീയമായ ഒരു കാര്യം റസൂലുള്ള ഒരു കാരണം പറഞ്ഞു, അത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്? അള്ളാഹ് അനുവദിച്ച ഒന്നിനെ റസൂൽ അവിടെ ഹറാമാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് അധികാരമുണ്ട്. പക്ഷെ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ ആ സംശയം തീർക്കണ വിഷയമാണ് വന്നിട്ടുള്ളത്. എന്ത്? അത് അനുവദനീയാണ് ഷർഅയിൽ. പക്ഷെ അവിടെ വിഷയം എന്താണ്? ഒന്ന് ശത്രുവിന്റെ മകളാണ്, ഒന്നിന്റെ മകളാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ യോജിക്കൂല. അപ്പൊ അള്ളാഹ് അനുവദിച്ചതിന് ഞാൻ എന്താക്കല്ല, ഹറാമാക്കല്ല. അപ്പൊ അവിടെ നമുക്കുള്ള തെളിവ് എന്താ? ഭരണാധികാരി മുബാഹായിട്ടുള്ള ഒരു കാര്യത്തെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ചെയ്യരുതെന്ന് പറയും. മുപ്പരത ഷറ തിരുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് കൊടിയെടുത്തിട്ട് സിന്ദാബാദ് വിളിച്ചിട്ട് അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നാൽ ഇന്ന് മുസ്ലിം നാടുകളിൽ നടന്നത് എന്താ? അതിലും നല്ലത് ചില ആൾക്കാർ പറഞ്ഞല്ലേ, മുസ്ലിം മുബാറക്ക് അവിടെ ഭരിക്കരുന്നു എന്നുള്ളതാണ്. അത്രക്കും ചോരന്റെ പിന്നെ നൈൽ നദി കൂടെ ചോര ഒഴുകിയിരുന്നു എന്നുള്ളതാണ്. അത് ഇതിൽ വരുന്നുണ്ട്, വിശദീകരണത്തിൽ വരുന്നുണ്ട്. ഇസ്ലാം എന്നുള്ളത് അമ്നാണ്, നിർഭയത്താണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ രണ്ട് കത്തിയും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് പിടിച്ചിട്ട് ഒരാൾ ഇറങ്ങുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിലപാടല്ലാതെ. അപ്പൊ അതിന് അതിൻ്റെതായ ചില നിയമങ്ങളും ചില ലവാബിത്തുകളും ഷുറൂത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ആ ഭരണാധികാരി ചിലപ്പോൾ എന്താണ് അനുവദനീയമായ ഒരു കാര്യത്തിൽ ചിലപ്പോൾ എന്താക്കും, അത് നിങ്ങൾ ചെയ്യരുതെന്ന് പറയും. അങ്ങനെ ഒരു കൽപ്പന കൊണ്ടുവന്നാൽ അതിനെതിരെ സിന്ദാബാദ് വിളിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. അതെന്തല്ല, ഭരണാധികാരികൾ ഇത് ഹറാമാക്കലല്ല. ഇവരെന്താ ചെയ്യുന്നത് അറിയോ? കണ്ട മൂപ്പരത് ഹറാമാക്കി. ഇല്ല, ഹറാമാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താ പറഞ്ഞത്? അതിന്റെ വേറെ കാരണം പറഞ്ഞു കൊടുത്തു. അത് ഷറയിലെ ഹറാമായത് കൊണ്ടല്ല ഇവളെ കല്യാണം കഴിക്കണ്ട എന്നുള്ളത് പറഞ്ഞത്, അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കരുത് എന്നുള്ളത് പറഞ്ഞത്. അതിന്റെ ഷറ എന്നുള്ളത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ അതിന്റെ തെളിവായിട്ടാണ് ഈ സംഭവം കൊണ്ടുവന്നത്. അപ്പൊ ബുഖാരിന്റെ റിപ്പോർട്ടിലുള്ള ഒരു ഭാഗമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഫമന അലിയൻ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അലി റളിയല്ലാഹുവിനെ തടഞ്ഞു. ലാക്കിൻ ബയ്യന അന്നഹു ലാ യുഹരി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. എന്ത്? അദ്ദേഹം അത് ശറഈയായിട്ട് ഹറാമാക്കിയിട്ടില്ല എന്നുള്ളതും അവിടെ ആദ്യ ഭാഗത്ത് പറഞ്ഞു കൊടുത്തു. ഫൽ മൻഉ മിനൽ മുബാഹി ലൈസ തഹ്രീമൻ ലഹു. അതുകൊണ്ട് മുബാഹായിട്ടുള്ള ഒരു കാര്യത്തെ തടയുക എന്നുള്ളത് പാടില്ല എന്ന് പറയുന്നത് എന്തല്ല, അത് അതിനെ നിഷിദ്ധമാക്കലല്ല. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്, മനസ്സിലാണ്ടല്ലോ. അപ്പൊ അതിനെതിരെ വർത്താനം പറയാന്നുള്ളത് എന്തല്ല അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ല. ഇത് അങ്ങനെയാണെങ്കിൽ മത്താലാ യുസ്മഉ ലി വലിയിൽ അംരി. ഇങ്ങനെ വരുമ്പോൾ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുസരിക്കണം. ഓരോന്ന് എണ്ണി പറഞ്ഞു. 1, 2, 3 വാജിബ് പറഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ ഹറാം പറഞ്ഞാൽ എന്ത് ചെയ്യണം, മുബാഹ് പറഞ്ഞാൽ എന്ത് ചെയ്യണം, മുസ്തഹബാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം, ഓരോന്ന് എണ്ണി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൽ മത്താലാ യുസ്മഉ ലി വലിയിൽ അംരി, അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണ്, ഏത് കാര്യത്തിലാണ് അനുസരിക്കാൻ പാടില്ലാത്തത് വലിയിൽ അംറിനെ, ഒരു ഭരണാധികാരിയെ? ഇതാ അമറ ബിതർക്കി വാജിബിൻ. 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി പറയാം. ഇസ്ലാമിലെ നിർബന്ധമാണ്. ആ നിർബന്ധമായ ഒരു കാര്യം ഒരു ഭരണാധികാരി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഫലാ സമഅ വലാ ത്വഅ ഫീ ഹാദാ. ആ വിഷയത്തിൽ എന്തില്ല, സമ്മം തോന്നത്തില്ല. മനസ്സിലാണ്ടോ? ആ വിഷയത്തിൽ സമ്മം തോന്നത്തില്ല. ഔ അമറ ബിഫിഅലി മഅസിയത്തിൻ, അല്ലെങ്കിൽ ഒരു മഅസിയത്ത് കൽപ്പിച്ചു, തെറ്റായ കാര്യം ഭരണാധികാരി കൽപ്പിച്ചു. എല്ലാവരും കള്ളുടിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരും വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു. ഭരണാധികാരിക്ക് സമ്മം തോന്നത്തുണ്ട്, അതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാടെന്ന് പറഞ്ഞിട്ട് അതിലനുസരിക്കുക ഇല്ല. അത് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ ആരും പറഞ്ഞിട്ടില്ല.
ഇന്ന് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരെ ഇവര് വിമർശിക്കുന്നത് കൊട്ടാരം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ടാ. അവരൊക്കെ IS-നെതിരെ അങ്ങനെ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? ഈ ഭരണാധികാരികളുടെ ആൾക്കാരാണ് ഈ ഉലമാക്കളൊക്കെ. അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ആ വിഷയങ്ങളിൽ ഭരണാധികാരി കൽപ്പന ഉണ്ടെങ്കിൽ അതിലനുസരണമല്ല. ഏതൊക്കെ? ഒന്ന്, ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഭരണാധികാരി പറയണ ഇനി ആരും നിസ്കരിക്കാൻ പാടില്ല. ഭരണാധികാരിന്റെ കൽപ്പന ഉണ്ട്, അതുകൊണ്ട് ഇല്ല. അവിടെ എന്തില്ല? സംബന്ധത്വമില്ല. മനസ്സിലാണ്ട്? അവിടെ സംബന്ധത്വമില്ല. ഇനിയൊരു മാഷിയത്ത്, ഒരു തെറ്റായ കാര്യം കൽപ്പിച്ചു, അത് നിയമമാക്കി എല്ലാവരും അത് ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ വേറെ വിഷയമുണ്ട്. എന്ത്? ആ ഒരു തീരുമാനം അത് ആ ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്താനുള്ള തെളിവല്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ അനുസരിക്കണം. ആ തെറ്റായ കാര്യം ഏതാണോ അതിലനുസരണമല്ല എന്നുള്ളതാ പറഞ്ഞത്. ചില ആൾക്കാർ ഇത് പിടിച്ചിട്ടാണ് കയറല്, ഇത് പിടിച്ചിട്ടാണ് പിന്നെ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കല്. എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം ഒരു ഭരണാധികാരി, ഒരു മനുഷ്യത്തെ ഒരു ഭരണാധികാരി കൽപ്പിക്കും, കണ്ടോ അതിന്റെ അർത്ഥം ഒരു കാര്യത്തിലും സംബന്ധത്വമില്ല എന്നുള്ളതാ. ഇവിടെ ഇതിന്റെയൊക്കെ പിന്നില് വലിയ ഈ ഇസ്ലാം മതം അത് അള്ളാഹുവിന്റെ ദീനാണെന്നുള്ളതിലേക്ക് തെളിവാണത്. ഒരു രാജ്യത്ത്, ഒരു നാട്ടില് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വേണം. ഇപ്പോ ലോകത്ത് നടന്നിട്ടുള്ള അറബ് വിപ്ലവങ്ങൾ, ആ രാജ്യത്തെ ഭരണാധികാരി തന്നെ ഭരിക്കുകയാണ് നല്ലത് എന്നുള്ളതാ പിന്നെ പലരും പറഞ്ഞത്. അത്ര ഷറുകളാണ്, ഫിത്തനകളാണ്, പ്രശ്നങ്ങളാണ്, കലാപങ്ങളാണ് ആ ഓരോ നാട്ടിലും. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ച്? ഇതിലൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ട്. അവിടെ ജനങ്ങളുടെ നിർഭയത്താണ്, അമ്നാണ്. അപ്പൊ ഒരു ഭരണാധികാരി എന്തെങ്കിലും ആ ബാറുകൾ അനുവദിച്ചു, ഉടനെ അവിടെ ഫിത്തനകൾ ഉണ്ടാക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ എന്തില്ല? അനുസരണമല്ല. ഒരു നിർബന്ധ കാര്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അനുസരിക്കണ്ട. ഒരു മാഷിയത്ത് കൽപ്പിച്ചു, അവിടെ അനുസരണമല്ല. ആ കാര്യത്തിൽ മാത്രം അനുസരണമല്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ സംബന്ധത്വം അവിടെ ഉണ്ട്. ഇവിടെ തെറ്റായ കാര്യം കൽപ്പിച്ചു എന്നുള്ളത് ആ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്താനുള്ള തെളിവല്ല. അപ്പൊ അതിനാരും ദുർവ്യാഖ്യാനം ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അവലൻ ഇൻതബിയു യാ ഇഖ്വ, ശ്രദ്ധിക്കണം. അദ്ദേഹം പറയണ ലാ യൂജദു അഹദും മിൻ അഹ്ലി സുന്ന, അഹ്ലു സുന്നയിൽ ഒരാളുമില്ല യഖൂലു ഇങ്ങനെ പറയുന്നതായിട്ട് ഇന്ന വലിയൽ അംരി അൽ മുസ്ലിമി യുതാഉ തഅതൻ മുത്ലഖ, ഭരണാധികാരികളെ മുത്ലഖായിട്ട് അനുസരിക്കണം എന്നുള്ളത് ഒരാളും പറഞ്ഞിട്ടില്ല. അഹ്ലു സുന്നത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല. മാ ഫി അഹദുൻ അബദ, ഒരിക്കലും ഒരാളും അത് പറഞ്ഞിട്ടില്ല. കുല്ലുഹും യുഖയ്യിദൂൻ, എല്ലാവരും ഖൈദ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഖൈദ്? ഖൈദ് എന്ന് പറഞ്ഞാൽ നിബന്ധന. ഒരു നിബന്ധനയോട് കൂടിയിട്ടാണ് അവിടെ സംബന്ധത്വം പറഞ്ഞിട്ടുള്ളത്. മാലം യഅ്മുർ ബിമാസിയത്തി, മാസിയത്ത് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ ആ ഒരു ഖൈദ് വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതല്ല ഞാൻ മുത്തലക്കായിട്ട്, മുത്തലക്ക് എന്ന് പറഞ്ഞാല് നിരുപാധികമായിട്ട് അനുസരിക്കണം എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അപ്പോ നമുക്ക് പരിചയമുള്ളവരായത്തില്ല അത്തിയുല്ലാഹ വ അത്തിയ റസൂല വ ഉലിൽ അംരി മിൻകും. അതില് പ്രധാനപ്പെട്ട ഒരു തെളിവെന്താ? അത്തിയുല്ലാഹ എന്നുള്ളത് അവിടെ പറഞ്ഞു, ഓ അത്തിയോ റസൂല എന്നുള്ളത് അവിടെ ആവർത്തിച്ചു. അള്ളാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് അത്തിയോ പറഞ്ഞു, റസൂൽദാനെ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തും അത്തിയോ പറഞ്ഞു. പിന്നെ ഉലുൽ അംറിനെ അനുസരിക്കണോടുത്ത് അത്തിയോ എന്ന് പറഞ്ഞു. അത്തിയുല്ലാഹ വ അത്തിയോ റസൂല വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞു. അതെന്താ? അള്ളാഹിനോടുള്ള അനുസരണം, റസൂൽദാനോടുള്ള അനുസരണം അത് മുത്തലഖാണ്. എന്നാൽ ഭരണാധികാരികളോടുള്ള അനുസരണം അവിടെ ഖൈദുണ്ട്. ആ ഖൈദ് എന്താണ്? ലാ തഅത ഫീ മാസിയത്തി. അവിടെ മാസിയത്തിൽ എന്തില്ല? അനുസരണമല്ല. മാസിയത്തിൽ അനുസരണം ഉണ്ട് എന്നുള്ളത് പറഞ്ഞ ഒരു പണ്ഡിതനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഇപ്പൊ ഷെയ്ഖ് ഫൗസാനൊക്കെയുള്ള കുറ്റം പറയണത്. ആ കുറ്റം പറയണേല് ഈ പിന്നെ ഹയ്യത്ത് കിബാറുൽ ഉലമയിൽപ്പെട്ട ആളുകൾ മീറ്റിംഗ് കൂടിയപ്പോ, അവർ യോഗം ചേർന്നപ്പോ അതിൽപ്പെട്ട ചില പണ്ഡിതന്മാര് ഈ ആളുകളുടെ വിമർശനത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് അത് മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് അത് പറയാം. ഇവരുടെ ഈ ആരോപണങ്ങളുണ്ടല്ലോ, എന്താണ് ഈ ഭരണാധികാരികൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവർക്കൊന്നും കാമാന്നും ഉണ്ടാൻ പറ്റൂല എന്നുള്ള വിഷയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഭരണാധികാരികൾ വന്നതിന് ശേഷം, പേരൊന്നും ഞാൻ പറയണില്ല, ഇപ്പൊ ഷെയ്ഖ് ഫൗസാൻ ഹഫിളുള്ള ഏതെങ്കിലും ഫത്വ തിരുത്തിയിട്ടുണ്ടോ? കള്ള് ഹറാമാണ്. ഭരണാധികാരി മാറി വന്നതിന് ശേഷം ഇനിയും കള്ള് ഹലാലാണ്. സിനിമ അത് ഇന്നതാണ്. ഫുട്ബോള്, ഏതെങ്കിലും ഒരു ആലിമ് ഈ ഭരണാധികാരികൾക്ക് വേണ്ടി അവർ കൊടുത്ത ഇസ്ലാമികമായിട്ടുള്ള ഒരു ഫത്വ തിരുത്തിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞതാണ്. അവരെ മുമ്പ് ഹറാമാക്കിയിരുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ബദ്ധമാക്കി അടിസ്ഥാനമാക്കി അവർ ഫത്വ കൊടുത്തിരുന്ന, അവർ പറഞ്ഞിരുന്ന ഏതെങ്കിലും ഒന്ന് തിരുത്തിയിട്ടുണ്ടോ? അപ്പൊ അവിടെ അതുണ്ട്, അവിടെ മറ്റതുണ്ട്, അവിടെ മറിച്ചതുണ്ട്, അവിടെ അത് വന്നിട്ടുണ്ട്, അവിടെ അത് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഈ റാൻമൂളികളായ ഇവര് പറയുന്ന റാൻമൂളികൾ എന്ന് പറയുന്ന ഈ ഉലമാക്കൾ ആരെങ്കിലും അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഫത്വ കൊടുത്തിട്ടുണ്ടോ? പലിശന്റെ ബാങ്ക്
അത് ഹലാലാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളത് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഒരു ഫത്വ ഉണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണത്? അപ്പൊ എന്താണ് ഇവരുദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഫിത്തനകളും കലാപങ്ങളും നടക്കണം എന്നുള്ളതാണ്. ഒരു ശാന്തമായ ഒരു രാജ്യം, ഒരു ജനങ്ങള് ഭരണകൂടാതല്ല അവർ ആഗ്രഹിക്കുക. ഇവർക്ക് ഫിത്തനകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ്, ഈ തൊരപ്പും പണി എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യ സംഘടനകൾ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. ഈ രഹസ്യ സംഘടനകളിലൊക്കെ തുടക്കം വരില്ലെന്ന്, എന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആളുകളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഫിത്തനകളും കലാപങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് ശരിക്കും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങളുള്ളത് തീർക്കണം.